നമസ്തേ. സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ്. ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം 9. മക്കളെ, ഏകകം 4, ഏകകം ചത്വരി, സർഗാത്മിക കല എന്നാണ് ഏകകത്തിൻ്റെ പേര്. കല സർവദാ ജീവിതാനുഗാമിനി ഭവതി. മനുജസ്യ സർഗവൈഭവം പ്രകാശയിതും കല അത്യന്തം സഹായിക ഭവതി. അസ്മിൻ ഏകകെ ചലച്ചിത്രം ശ്രുതിസുഖദം ഇതി ദ്വൗ പാഠോ സ്തഃ. സർഗാത്മികമായ കല, നമ്മൾ തന്നിൽ നിന്ന് തന്നെ ഉദിച്ചു വരുന്ന പല കലകളും ഉണ്ട്. അതിനാണ് സർഗാത്മികമായ കലകൾ എന്ന് പറയുന്നത്. ഓരോരുത്തരും കലാപരമായിട്ടും അല്ലെങ്കിൽ പല തരത്തിൽ എന്തെങ്കിലും ഒരു കഴിവുള്ളവരാണ് ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാ ജീവികളും. അപ്പോൾ ഓരോരുത്തർക്ക് പലതരം കഴിവുകളുണ്ടാവും. ചിലർക്ക് ഒരു കലയിലായിരിക്കും വളരെയധികം പ്രാവീണ്യം ഉള്ളത്. അപ്പോൾ സർഗാത്മികമായ കല സർവദാ ജീവിതാനുഗാമിനി ഭവതി. മനുജസ്യ സർഗവൈഭവം പ്രകാശയിതും കല അത്യന്തം സഹായിക ഭവതി. അസ്മിൻ ഏകകെ ചലച്ചിത്രം ശ്രുതി സുഖദം ഇതി ദ്വൗ പാഠോ സ്തഃ. ഒന്നുകൂടെ നോക്കാം. സർഗാത്മികമായ കല എന്നത് സർവദാ ജീവിതാനുഗാമിനി ഭവതി, എപ്പോഴും ജീവിതത്തെ അനുഗമിക്കുന്നവളാണ്. മനുജസ്യ സർഗവൈഭവം പ്രകാശയിതും, മനുഷ്യൻ്റെ സർഗവൈഭവം, ആ ഓരോരോ കാര്യങ്ങളിലുള്ള കഴിവ് പ്രകാശയിതും കല അത്യന്തം സഹായിക ഭവതി, കല വളരെയധികം സഹായിക്കുന്നു. അസ്മിൻ ഏകകേ, ഈ യൂണിറ്റിൽ, ഈ ഏകകത്തിൽ ചലച്ചിത്രം ശ്രുതി സുഖദം ഇതി ദ്വൗ പാഠോ സ്തഃ. ഇതിൽ 2 പാഠങ്ങളാണുള്ളത്. ഒന്ന് ചലച്ചിത്രം, മറ്റേത് ശ്രുതി സുഖദം. അനന്തരം പശ്യ നവമഃ പാഠഃ. 9 അല്ലേ? നവമഃ 9ാമത്തെ പാഠം ചലച്ചിത്രം പറഞ്ഞാൽ സിനിമ അല്ലേ? ചലിക്കുന്ന ചിത്രങ്ങളായിട്ടാണ് പണ്ട് ചലച്ചിത്രം എന്ന പേര് കിട്ടിയത്. ചലച്ചിത്രം. അവിടെ ആദ്യം തന്നെ ഒരു അക്കമാണ്, അത് ഞാൻ വായിക്കട്ടെ. 8,40,900 എന്ന് പറയാം, അല്ലെങ്കിൽ 8,40,900. ജനുവരി മാസസ്യ 30-തമദിനസ്യ പ്രാധാന്യം ജാനന്തി വാ? തസ്മിന്നേവ അഹനി മഹാത്മാഗാന്ധി ഹതഃ. തസ്യ ആശയഃ അദ്യാപി ആവിശ്യം ജനാൻ പ്രചോദയന്തി. അഹിംസാ പരമോധർമ്മഃ ഇതി മഹിതം തത്വം ഉദ്ഘോഷയൻ സഹ സർവേഷാം മാനവാനാം ഗുരു അജായത. മഹാത്മനം ഏനമധികൃത്യ കൃതം ചലച്ചിത്രം ഭവതാ ദൃഷ്ടം വാ? ഭവതാ ദൃഷ്ടാനി ചലച്ചിത്രാണി ഭവതഃ പ്രിയതമാൻ ചലച്ചിത്ര പ്രതിഭാധനാൻ ച അധികൃത്യ ചർച്ചാം കുർവന്തു, സ്വാഭിപ്രായാൻ വദന്തു. ഒരു തവണ കൂടി വായിക്കട്ടെ. 7,40,90 വർഷം, അല്ലെങ്കിൽ 7,40,900. ഇത് സംഖ്യ വായിക്കുമ്പോൾ ഏറ്റവും വലത്തുഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഒറ്റ സ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ടാണ് വായിക്കുന്നത്. അവിടെ 8ആണല്ലോ അവസാനമുള്ളത്, അപ്പോൾ അഷ്ട. പിന്നെ 4ആണ്. ഈ അഷ്ട എന്ന് പറഞ്ഞാൽ 8 ഒറ്റയാണ്, 1ാം സ്ഥാനത്താണ്. പിന്നെ 4ഉള്ളത് 10ാം സ്ഥാനത്താണ്. അപ്പോൾ 40 അല്ലേ 40, അപ്പോൾ 8,40 എന്ന് പറഞ്ഞാൽ 48ആയില്ലേ? പിന്നെ 900 എന്ന് പറഞ്ഞാൽ 900 അധിക സഹസ്രം 1000 കൂടി കൂട്ടുക, അപ്പോൾ 1948. അല്ലേ എങ്ങനെ പറയാം? 8,40,900. 900 എന്ന് പറഞ്ഞാൽ 1900 എന്ന് പറഞ്ഞാൽ 1900. 1900 48 1948. അങ്ങനെയാണ് ആ സംഖ്യ വായിക്കേണ്ടത്. ഒന്നും കൂടെ വായിക്കാം.
സപ്തചത്വാരിംശതുത്തര നവദശാധിക സഹസ്രതമേ നവശതാധികസഹസ്രതമേ ജനുവരി മാസസ്യ 30-തമദിനസ്യ പ്രാധാന്യം ജാനന്തി വാ? ആ വർഷത്തിൻ്റെ പ്രാധാന്യം, അതായത് 1948 പ്രാധാന്യം, അതും ജനുവരി മാസം 30-ാം തീയതി എന്താണ് ഉണ്ടായത് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ജനുവരി മാസസ്യ 30-തമദിനസ്യ ജനുവരി 30-ാം തീയതി അതിൻ്റെ പ്രാധാന്യം ജാനന്തി വാ? നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രാധാന്യം അറിയില്ലേ? അറിയുമോ? തസ്മിന്നേവ അഹനി ആ അഹസിലാണ്, ആ ദിനത്തിലാണ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത്. തസ്യ ആശയ, അദ്ദേഹത്തിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ അഹിംസയിൽ അടിയുറച്ച പ്രവർത്തനങ്ങളായിരുന്നല്ലോ. തസ്യ ആശയ അദ്യാപി ആവിശ്യം ജനാൻ പ്രചോദയന്തി. ഇന്നും അദ്യ അഭി, അവിടെ അദ്യ എന്നതിൽ അവസാനമുള്ള അക്ഷരം ആണല്ലോ. അദ്യ കേട്ടത് ആ എന്നല്ലേ? അതിൻ്റെ അടുത്ത് നിൽക്കുന്നതും ആ അല്ലേ? അദ്യ അഭി ചേരുമ്പോൾ അദ്യാഭി, രണ്ട് അകാരങ്ങൾ അടുത്തടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് ദീർഘിച്ചിട്ട് ആ എന്നാവും. അദ്യാഭി ആവിശ്യം ജനാൻ പ്രചോദയന്തി, ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നു. അഹിംസ പരമോ ധർമ്മ, അഹിംസ പരമമായ ധർമ്മമാണ്. നമുക്ക് അനുഷ്ഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് അഹിംസ. ഒന്നിനെയും കൊല്ലരുത്. ഇത് മഹിതം തത്വം എന്ന മഹത്വമുള്ള തത്വം ഉദ്ഘോഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഉറക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വിളംബരം ചെയ്തുകൊണ്ട്, സർവേഷാം മാനവാനാം ഗുരു അജായത, അദ്ദേഹം എല്ലാവരുടെയും ഗുരുവായി. എല്ലാവരും ഈ മഹത് വ്യക്തിയിൽ നിന്നാണ് അഹിംസയെപ്പറ്റി മനസ്സിലാക്കിയത്. അപ്പോൾ അദ്ദേഹം ഈ അഹിംസാ സിദ്ധാന്തത്തിൽ എല്ലാവരുടെയും ഗുരുവായി. മഹാത്മാനം ഏനം അധികൃത്യ, മഹാത്മാവായ ഇദ്ദേഹത്തെക്കുറിച്ച് കൃതം ചലച്ചിത്രം, ഒരു ചലച്ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഭവതാ ദൃഷ്ടം വാ, താങ്കളാൽ കാണപ്പെട്ടുവോ അത്? അല്ലെങ്കിൽ താങ്കൾ കണ്ടുവോ? നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലേ? ഭവതാ ദൃഷ്ടാനി ചലച്ചിത്രാണി, നിങ്ങൾ ധാരാളം ചലച്ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? അവ ഭവതാ ദൃഷ്ടാനി, താങ്കളാൽ കാണപ്പെട്ടിട്ടുള്ള ചലച്ചിത്രങ്ങൾ. ഭവതഃ പ്രിയതമാൻ ചലച്ചിത്ര പ്രതിഭാധനാൻ ചാധികൃത്യ, താങ്കൾക്ക് ഇഷ്ടമുള്ള ചലച്ചിത്ര പ്രതിഭകളെ അധികൃത്യ. ഞാൻ പലപ്പോഴും അതവിടെ നിൽക്കട്ടെ ഇതവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയണം. നമ്മൾ 5-ാം ക്ലാസ്സിൽ 8 പാഠം പഠിച്ചു. ഇത് 9ാമത്തെ പാഠമാണ്. ഇതിൽ ഈ അധികൃത്യ ഇത് പറയും എന്ന വാക്ക് പോലത്തെ പല വാക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാനത് ഒന്നും പറഞ്ഞിട്ടില്ല അതിനെ പറ്റിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ് അതിനെ പറ്റിയിട്ട്. അധികൃത്യ എന്ന് പറഞ്ഞാൽ അധികരിച്ചിട്ട്, അത് ലബന്ധമായിട്ടുള്ള ഒരു അവ്യയാണ്. അവ്യം എന്ന് പറഞ്ഞാൽ അതിന് ലിംഗം മാറിയാലും വചനം മാറിയാലും വിഭക്തി മാറിയാലും ഒരു മാറ്റം ഉണ്ടാവില്ല. സദൃശം ത്രിഷു ലിംഗേഷു സർവാസു ച വിഭക്തിഷു വചനേഷു ച സർവേഷു എന്നവ്യേതി തദവ്യയം. പറഞ്ഞത് എല്ലാ വിഭക്തികളിലും ഒരുപോലെ, വചനങ്ങളിൽ ഒരുപോലെ നിൽക്കുന്ന, യാതൊരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്ന വാക്കാണ് അവ്യയം. വ്യയം ചെയ്യാറിഞ്ഞാൽ നമ്മൾ ചെലവഴിക്കും തോറും ഓരോ സാധനം കുറഞ്ഞു വരും. ഇത് നമ്മൾ എത്ര പ്രയോഗിച്ചാലും അത് അതേപോലെ നിൽക്കും, അധികൃത്യ. അതുകൊണ്ടാണ് അതിന് അവ്യയം എന്ന് പറയുന്നത്. സദൃശം ത്രിഷു ലിംഗേഷു, 3 ലിംഗത്തിലും ഒരുപോലെ. സർവാസു ച വിഭക്തിഷു, എല്ലാ 7 വിഭക്തികളിലും ഒരുപോലെ. സദൃശം ത്രിഷു ലിംഗേഷു സർവാസു ച വിഭക്തിഷു വചനേഷു, വചനത്തിലും ഒരുപോലെ, മാറ്റമില്ല. നമ്മൾ വചനങ്ങൾ മാറുമ്പോൾ പല മാറ്റങ്ങളും കൂടെ കണ്ടല്ലോ. അങ്ങനെ മാറ്റമൊന്നുമില്ലാത്ത വാക്കാണ് മക്കളെ അവ്യയം. ഇത് അധികൃത്യ എന്ന് പറയുമ്പോൾ അത് ലബന്ധമായ ഒരു അവ്യയാണെന്ന് മനസ്സിലാക്കാം. അവ്യയം ലബന്ധമായ അവ്യയമാണ്. ഇനി എവിടെ കാണുമ്പോഴും ലബന്ധമായ അവ്യയങ്ങളെ നമുക്ക് തിരിച്ചു പറയണം.
തിരിച്ചറിയണം. അധികൃത്യ കൃതം ചലച്ചിത്രം ഭവതാ ദൃഷ്ടം വാ. ആ ചലച്ചിത്രം താങ്കളെല്ലാവരും കണ്ടതല്ലേ? ഭവതാ ദൃഷ്ടാനി ചലച്ചിത്രാണി. താങ്കളാൽ കാണപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളാൽ കാണപ്പെട്ട ചലച്ചിത്രങ്ങൾ. ഭവതഃ പ്രിയതമാൻ ചലച്ചിത്ര പ്രതിപാദനാൻ. താങ്കൾക്ക് പ്രിയമുള്ള ചലച്ചിത്ര താരങ്ങൾ. ഇവയെല്ലാം അധികൃത്യ, വീണ്ടും വന്ന് അധികൃത്യ, അധികരിച്ചിട്ട് ലബന്ധവ്യാണ് കേട്ടോ മക്കൾ. ഇത് എപ്പോഴും നിങ്ങളെ കൂടെ വരും. നിങ്ങൾ സംസ്കൃതം പഠിക്കുന്ന കാലത്തൊക്കെ ഇങ്ങനെയുള്ള വാക്ക് നിങ്ങളെ കൂടെ ഉണ്ടാവും. അധികൃത്യ, അത് ലബന്ധമായ വാക്കാണ്. ചർച്ചാം കുറുവന്തോ, അതൊരു ചർച്ച ചെയ്യാം. സ്വാഭിപ്രായാൻ വദന്തോ, എന്നിട്ട് സ്വന്തം അഭിപ്രായത്തെക്കുറിച്ച് പറയുക. ഇതിൽ ഫോട്ടോസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവരെയൊക്കെ പറ്റിയിട്ട് പലതും പറയാനുണ്ടാവും. ആ പലതും പറയാനുള്ളതൊക്കെ നിങ്ങൾ എഴുതിയിട്ട് വെക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് അത് വായിച്ചു നോക്കാം. മാനവ ചരിത്രസ്യ ജീവിതാവസ്ഥാനം ച വിസ്മയതമം ആവിഷ്കാരം ഏവ ചലച്ചിത്രം. ഒരു തെറ്റ് പറ്റിപ്പോയി വായനയിൽ. ഒന്നും കൂടെ നോക്കട്ടെ, പറയട്ടെ. മാനവചരിത്രസ്യ ജീവിതാവസ്ഥകളെക്കുറിച്ച് ച വിസ്മയതാം ആവിഷ്കാരമേവ ചലച്ചിത്രം. അതിനെ ഒരു അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ആവിഷ്കരിക്കലാണ് ചലച്ചിത്രം. ആധുനിക കാലേ ഇയം കല. ആധുനിക കാലം എന്ന് പറഞ്ഞാൽ ഈ കാലം. ഈ കാലത്ത് ഇയം കല, ഈ കല മഹത്തമാ ജനപ്രിയ ച ഭവതി. ഇന്ന് സിനിമയ്ക്ക് നല്ല എന്താ പറയുക, ഒരു പ്രശസ്തി ഉണ്ട്. അത് ലോകം മുഴുവനും പ്രചരിക്കുന്ന ഒരു കാര്യമായി തീർന്നിട്ടുണ്ട്. അത് ആ കല മഹത്തരവുമാണ്, ജനപ്രിയവുമാണ്. ഭവതി പ്രഥമം ഭാരതീയൻ ചലച്ചിത്രം ആലം ആരാ ഭവതി. ഒന്നാമത്തെ ഭാരതീയ ചലച്ചിത്രം ഏതാണ്? ആലം ആരാ. ഭാരതീയ അവിടെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. പ്രഥമ ഭാരതീയ ചലച്ചിത്രം ഏതാണ്? ആലം ആരാ. ഭാരതീയ ചലച്ചിത്രസ്യ പിതാ. ഭാരതീയ ചലച്ചിത്രത്തിൻ്റെ പിതാവാണ് ദാദാ സാഹേബ് ഫാൽക്കെ. ദാദാ സാഹേബ് ഫാൽക്കെ ഭവതി. അതാണ് ചലച്ചിത്രത്തിൻ്റെ പിതാവിൻ്റെ പേര്. ഭാരതീയ ചലച്ചിത്രസ്യ പിതാ ദാദാ സാഹേബ് ഫാൽക്കെ ഭവതി ആണ്. മാനവ ചരിത്രസ്യ ജീവിതാവസ്ഥാനം ച വിസ്മയതാം ആവിഷ്കാരമേവ ചലച്ചിത്രം. മാനവചരിത്രത്തിൻ്റെ ജീവിതാവസ്ഥയുടെ വിസ്മയമുള്ള ഒരു ആവിഷ്കാരമാണ് ചലച്ചിത്രം. ആധുനിക കാലേ ഇയം കല മഹത്തമമാണ്. മഹത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വലുതാണ്. മഹത്തരം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതാണ്. മഹത്തമം എന്ന് പറഞ്ഞാലോ ഏറ്റവും വലുതാണ്. പ്രിയം, പ്രിയതരം, പ്രിയതമം. പ്രിയം എന്ന് പറഞ്ഞാൽ തന്നെ പ്രിയം. പ്രിയതരം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ പ്രിയമുള്ളത്. പ്രിയതമം എന്ന് പറഞ്ഞാലോ ഏറ്റവും പ്രിയമുള്ളത്. അല്ലേ, ലഘു എന്ന് പറഞ്ഞാൽ ചെറുതാണ്. ലഘുതരം അതിനേക്കാൾ ചെറുത്. ലഘുതമം എന്ന് പറഞ്ഞാലോ ഏറ്റവും ചെറുത്. ഗുരു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാണ്. ഗുരുതരം എന്ന് പറഞ്ഞാൽ ഗുരുതരമാണെന്ന് പറയില്ല നമ്മൾ. ഗുരുതരം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതാണ്. ഗുരുതമം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്. അപ്പോൾ ആധുനിക കാലേ ഇയം കല മഹത്തമമാണ്, ജനപ്രിയ ച ഭവതി, ജനങ്ങൾക്കെല്ലാം പ്രിയവുമാണ്. പ്രഥമം ഭാരതീയൻ ചലച്ചിത്രം ആലം ആരാ ഭവതി. ഒന്നാമത്തെ ഭാരതീയ ചലച്ചിത്രം ആലം ആരാ ആണ്. ഭാരതീയ ചലച്ചിത്രസ്യ പിതാ ആരാണ്? ഭാരതീയ ചലച്ചിത്രസ്യ പിതാ ദാദാ സാഹേബ് ഫാൽക്കെ ഭവതി. അടുത്തത് ആദിശങ്കരാചാര്യ. ഇത് ഒരു സംസ്കൃതത്തിലുള്ള ചലച്ചിത്രമാണ്. പ്രഥമമായ ചലച്ചിത്രമാണ്. കൈരളി ഭാഷായാം പ്രഥമ ചലച്ചിത്രം ഭവതി വിഗതകുമാരൻ. അസ്യ ചലച്ചിത്രസ്യ നിർദ്ദേശകः ജെ.സി. ദാനിയൽ മഹോദയः കൈരളി ചലച്ചിത്രസ്യ പിതാ ഇതി പ്രസിദ്ധः. സംസ്കൃതഭാഷായാം അപി പ്രസിദ്ധാനി ബഹൂനി ചലച്ചിത്രാണി സന്തി. പ്രഥമം സംസ്കൃതഭാഷയാ കൃതം ചലച്ചിത്രം ആദിശങ്കരാചാര്യ ഭവതി. ചലച്ചിത്രസ്യാസ്യ നിർദ്ദേശകः ഭവതി ജി.വി. അയ്യർ മഹോദയः. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കേരളീയ ഭാഷായാം തെറ്റിപ്പോയി.
കൈരളി ഭാഷായം, കൈരളി കേരളസ്യ ഇതം കൈരളി, കൈരളി ഭാഷയിൽ, കേരളത്തിൻ്റെ ഭാഷ കൈരളിയാണ്, മലയാളമാണ്. കൈരളി ഭാഷായാം പ്രഥമ ചലച്ചിത്രം, ഒന്നാമത്തെ ചലച്ചിത്രം ഭവതി വിഗതകുമാരൻ. കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടിട്ടുണ്ട്. അസ്യ ചലച്ചിത്രസ്യ നിദേശക, ഈ ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? നിദേശക ദാദാ ജെ.സി. ദാനിയേൽ മഹോദയ ഭവതി. ജെ.സി. ദാനിയേൽ എന്ന മഹാനാണ് ഈ ചലച്ചിത്രത്തിൻ്റെ എന്താ പറയുക സംവിധായകൻ. പിന്നെ ജെ.സി. ദാനിയേൽ മഹോദയ, അദ്ദേഹം കൈരളി ചലച്ചിത്രസ്യ പിതാ ഭവതി, കൈരളി ചലച്ചിത്രത്തിൻ്റെ പിതാവായിട്ട് ഇദ്ദേഹത്തെ കണക്കാക്കുന്നു, ജെ.സി. ദാനിയേലിനെ. ഭാരതീയ ചലച്ചിത്രത്തിൻ്റെ പിതാവാണ് ദാദാ സാഹേബ് ഫാൽക്കെ, കേരളീയ ചലച്ചിത്രത്തിൻ്റെ പിതാവാണ് ജെ.സി. ദാനിയേൽ. സംസ്കൃത ഭാഷായാമപി പ്രസിദ്ധാനി ബഹൂനി ചലച്ചിത്രാണി സന്തി, സംസ്കൃത ഭാഷയിൽ അഭി അതിലും പ്രസിദ്ധാനി ബഹൂനി ചലച്ചിത്രാണി സന്തി, പ്രസിദ്ധങ്ങളായ അനേകം ചലച്ചിത്രങ്ങളുണ്ട്. പ്രഥമം സംസ്കൃത ഭാഷയാ കൃതം ചലച്ചിത്രം ആദിശങ്കരാചാര്യ ഭവതി, ഒന്നാമതായിട്ട് സംസ്കൃത ഭാഷയിൽ ഉണ്ടാക്കപ്പെട്ട ചലച്ചിത്രമാണ്, ചെയ്യപ്പെട്ട ചലച്ചിത്രമാണ് ആദിശങ്കരാചാര്യ എന്ന ചലച്ചിത്രം. ചലച്ചിത്രസ്യാസ്യ നിദേശക, ഈ ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? ജി.വി. അയ്യർ മഹോദയ ഭവതി, ജി.വി. അയ്യരാണ്. അസ്യ ചലച്ചിത്രസ്യ ഇതിവൃത്തം ശങ്കരാചാര്യസ്യ ജീവനചരിത്രം ഭവതി, ഈ ചലച്ചിത്രത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ അതിന് എടുത്തിട്ടുള്ള കഥ എന്തിൽ നിന്നാണ്? ശ്രീ ശങ്കരാചാര്യസ്യ ജീവനചരിതം ഭവതി, ശ്രീ ശങ്കരാചാര്യരുടെ ജീവനചരിത്രം, ജീവിതചരിത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ കഥ. ഭഗവത്ഗീത, പ്രിയമാനസം, ഇഷ്ടി, മധുരസ്മിതം, തയാ, പ്രകൃതി ഇത്യാദീനി അനേകാനി സംസ്കൃത ചലച്ചിത്രാണി സന്തി. അപ്പോൾ ഇവിടെ ആദിശങ്കരാചാര്യ എന്നുള്ളത് പ്രഥമ ചലച്ചിത്രമാണ്. ഇനി കൂടാതെ ഭഗവത്ഗീത, പ്രിയമാനസം, ഇഷ്ടി, മധുരസ്മിതം, തയാ, പ്രകൃതി ഇത്യാദീനി അനേകാനി സംസ്കൃത ചലച്ചിത്രാനി സന്തി, തുടങ്ങിയ അനേകം ചലച്ചിത്രങ്ങൾ ഉണ്ട്. പദച്ഛേദം. പ്രാചീന കാലാദാരഭ്യ, പ്രാചീന കാലത്ത് ആരഭ്യ, താന്നുള്ളിടത്തൊരു തോണ്ടലിടണം, അല്ലെങ്കിൽ താന്നേ വായിക്കുള്ളൂ. ആ തോണ്ടലിട്ടാലേ തീന്ന് വായിക്കുള്ളൂ, അവിടെ അകാരം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. വിഗ്രഹ ജനപ്രിയ, ജനാനാം പ്രിയ, ജനപ്രിയ നല്ലൊരു വിഗ്രഹ പദമാണ്, പഠിക്കണം. ജനാനാം പ്രിയ ജനപ്രിയ. ആധുനിക കാലസ്യ, അധുനാഭവം ആണ് ആധുനികം, ഇന്നുള്ളതാണ് ആധുനികം. ആധുനിക ച അസോ കാലഹ ച ആധുനിക കാലഹ, ആധുനികമായ കാലമാണ്, ആധുനികമായ ഈ കാലത്തെയാണ് ആധുനിക കാലം എന്ന് പറയുന്നത്. തസ്യ അതിൻ്റെ, ആധുനിക കാലസ്യ. ഭാരതീയ ചലച്ചിത്രം, ഭാരതേ ഭവം ഭാരതീയം, പ്രധാനമാണ്. ഭാരതേ ഭവം, ഭാരതത്തിലുള്ളത് ഭാരതീയം, കേരളത്തിലുള്ളത് കേരളീയം. പിന്നെ ഭാരതീയം, ഭാരതേ ഭവം ഭാരതീയം, ഭാരതീയം ച തത് ചലച്ചിത്രം ച ഭാരതീയ ചലച്ചിത്രം. ഇനി ദിനദർശിക, ദിനദർശിക എന്ന് പറഞ്ഞാൽ കലണ്ടർ. കലണ്ടർ ദൃഷ്ട, കലണ്ടർ കണ്ടിട്ട് വാസരാണാനാമാനി വദതു ലിഖതു, കലണ്ടർ നോക്കിയിട്ട് വാസരങ്ങൾ, ദിവസങ്ങളുടെ പേര് പറയാം. ഈ ദിവസങ്ങളാണെങ്കിലും നമ്മൾ ഞായർ ദിനം, തിങ്കൾ ദിനം എന്നല്ല പറയാം. ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച എന്നാണല്ലോ പറയൽ. അത് ഇവിടെയും അങ്ങനെ ആ വാരം എന്നുള്ള ആ വാക്ക് ആഴ്ച എന്നാണ് അർത്ഥം, അത് ചേർത്തിട്ടാണ് ഇവിടെയും പറയുന്നത്. ദിനദർശികാൻ ദൃഷ്ട വാസരാണാം നാമാനി വദതു ലിഖതു. പഠന പ്രവർത്തനങ്ങൾ. ഭാരതീയ സംസ്കൃത ചലച്ചിത്രാണി അധികൃത്യ ചർച്ചാം കരോതോ വിലിഖ്യ അവതാരയതോ. സൂചനകൾ ഏതെല്ലാമാണ്? സംസ്കൃത ചലച്ചിത്രങ്ങൾ, അതിൻ്റെ ഇതിവൃത്തങ്ങളൊക്കെ എന്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ്? നിർദ്ദേശകർ, സംവിധായകരാരാണ്, അഭിനേതാക്കളാരാണ്, പുരസ്കാരം എന്തെങ്കിലും കിട്ടിയോ എന്നും.
അതെല്ലാം നമ്മൾ കാലം കൊണ്ട് പഠിച്ചാൽ മതി മക്കളെ. അടുത്തത് ശബ്ദകോശ നിരീക്ഷ്യ നൂതന പദാന അർത്ഥം ടിപ്പണി പുസ്തകേ ലിഖതു. മാനവ, മനുഷ്യ എല്ലാം ആ അർത്ഥപുസ്തകത്തിൽ വേണം. കൈരളി മലയാളം. സൂചനാനുസാരം ചലച്ചിത്ര സംബന്ധിന പ്രശ്നാൻ നിർമ്മീയ ഉത്തരാണി വിലിഖ്യ അവതാരയതു. സൂചന പോലെ ചലച്ചിത്ര സംബന്ധമായ പ്രശ്നങ്ങൾ നിർമ്മിച്ചിട്ട് ഉത്തരങ്ങൾ എഴുതിയിട്ട് അവതരിപ്പിക്കുക. യഥാ എപ്രകാരം എന്ന് വെച്ചാൽ ഭാരതീയ ചലച്ചിത്രസ്യ പിതാ കഹ. ഭാരതീയ ചലച്ചിത്രസ്യ പിതാ ദാദാ സാഹേബ് ഫാൽക്കെ ഭവതി. പിന്നെ പ്രഥമം കൈരളി ചലച്ചിത്രം കിം. പ്രഥമം കൈരളി ചലച്ചിത്രം വിഗതകുമാരൻ ഭവതി. ഹ്രസ്വ ചലച്ചിത്രം നിർമ്മാതു അവതാരയതു. ഇനി ഒരു ഹ്രസ്വമായ ചലച്ചിത്രം ഉണ്ടാക്കാനാണ്, ഒരു കിറ്റുകളൊക്കെ ഉണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഷോർട്ട് ഫിലിമോ എന്താ പറയുക ഇതിന്, അങ്ങനെ ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ നല്ല കഴിവുണ്ട് മക്കളെ, അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തു നോക്കണം കേട്ടോ. അടുത്തത് നമ്മൾ നേരത്തെ ഒരു ദിനദർശികേൻ്റെ കാര്യം പറഞ്ഞല്ലോ, കലണ്ടറാണ്. കലണ്ടർ ആ കലണ്ടർ ഇത് 2024 ഫെബ്രുവരി മാസത്തെ കലണ്ടറാണ്. അതായത് നമ്മൾ വായിച്ചു നോക്കാം. ഒറ്റ സ്ഥാനത്തെ വാക്ക് 4, 10ാം സ്ഥാനത്ത് 2, പിന്നെ 100ാം സ്ഥാനത്ത് 0. അപ്പോൾ അത് 20 100 എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നോക്കാം. ചതുർവിംശതി ചതുർവിംശത്യുത്തര ദ്വിസഹസ്രം. ദ്വിസഹസ്രം എന്ന് പറഞ്ഞാലാണ് 2000. 2024 ഫെബ്രുവരി മാസത്തെ കലണ്ടർ. അതിൻ്റെ മേലെ എഴുതിയാൽ നോക്ക്. രവിവാസര, സോമവാസര, മംഗളവാസര, ബുധവാസര, ഗുരുവാസര, ശുക്രവാസര, ശനിവാസര. അപ്പോൾ വാസരങ്ങളുടെ പേരായി. രവിവാരം എന്നും പറയാം, രവിവാരഹ എന്ന് പറയാം, രവിവാസരഹ എന്ന് പറയാം. രവിവാസരഹ, സോമവാസരഹ, മംഗളവാസരഹ, ബുധവാസരഹ, ഗുരുവാസരഹ, ശുക്രവാസരഹ, ശനിവാസര. രവിവാസരഹ ഞായറാഴ്ച, സോമവാസരഹ തിങ്കളാഴ്ച, മംഗളവാസരഹ ചൊവ്വാഴ്ച, ബുധവാസരഹ ബുധനാഴ്ച, ഗുരുവാസരഹ വ്യാഴാഴ്ച, ശുക്രവാസരഹ വെള്ളിയാഴ്ച, ശനിവാസരഹ ശനിയാഴ്ച. ഈ 2024 അതായത് ചതുർവിംശത്യധിക ദ്വിസഹസ്രതമ വർഷസ്യ ഫെബ്രുവരി മാസസ്യ പ്രഥമ ദിനം കസ്മിൻ വാരേ. താഴെ മേലെ നോക്ക്. ഗുരുവാസരേ ഭവതി. തത്ര എന്തോ ഞാൻ പറഞ്ഞത് തെറ്റിയോ? 2024 എന്ന് പറഞ്ഞു. അതായത് ചതുർവിംശത്യധിക ദ്വിസഹസ്രതമ ഫെബ്രുവരി മാസസ്യ പ്രഥമ ദിനം കസ്മിൻ വാരെ ഗുരുവാസരെ, ദ്വിതീയ ദിനം ശുക്രവാസരെ, തൃതീയ ദിനം ശനിവാസരെ, ചതുർത്ഥ ദിനം രവിവാസരെ. അല്ലേ, മേലെ നോക്കിയിട്ടല്ലേ നമ്മൾ മനസ്സിലാക്കൽ. പഞ്ചമദിനം സോമവാസരെ, പിന്നെ ദശമദിനം 10ാമത്തെ ദിവസം ശനിവാസരെ. ഇവിടെ അത് 2ാം ശനിയാഴ്ച എന്ന് പറയും, ദ്വിതീയ ശനിവാരം. അപ്പോൾ ഇവിടെ ഫെബ്രുവരി മാസേ കതി ദിനാനി ഏകോനത്രിംശത് ദിനാനി 29 ദിനങ്ങൾ. അങ്ങനെ പല കാര്യങ്ങളും ഇതൊന്ന് ചോദിക്കാം. സംഖ്യകൾ പഠിക്കുക. ഏകം ദ്വേ ത്രീണി ചത്വരി പഞ്ച ഷഡ് സപ്ത അഷ്ട നവ ദശ, ഏകാദശ ദ്വാദശ ത്രയോദശ ചതുർദശ പഞ്ചദശ ഷോഡശ സപ്തദശ അഷ്ടാദശ ഏകോന വിംശതി വിംശതി, ഏകവിംശതി ദ്വാവിംശതി ത്രയോവിംശതി ചതുർവിംശതി പഞ്ചവിംശതി ഷഡ്വിംശതി സപ്തവിംശതി അഷ്ടാവിംശതി ഏകോനത്രിംശ അല്ലെങ്കിൽ ഊനത്രിംശത്. അതായത് ത്രിംശതിന് 1 കുറവ്. ത്രിംശത് എന്ന് പറഞ്ഞാൽ 30, ത്രിംശതിന് 1 കുറവ് എന്ന് പറഞ്ഞാൽ 29. അങ്ങനെയാണ് അത് പറയുന്നത് കേട്ടോ. അധികൃതാംശാഹ സംസ്കൃത ചലച്ചിത്രാണി അധികൃത്യ ചർച്ചാമകരോത് വിലിഖ്യ അവതാരയത് എഴുതി. ശബ്ദകോശ നിരീക്ഷ നൂതനപദാന അർത്ഥം അലിഖത്. പ്രശ്നോത്തര നിർമ്മാണമകരോത്. ഹ്രസ്വ ചലച്ചിത്രസ്യ നിർമ്മാണമകരോത്. അസധാതോഹ ലങ് പ്രഥമ പുരുഷരൂപാണി അവതത്. പഠിക്കാൻ പോണേ ഉള്ളൂ. വാസരാണ നാമാനി അവതത്.
അസുധാതോഹോ പരസ്മൈപതി ലങ്. ലങ് എന്ന് പറഞ്ഞാൽ ഭൂതകാലമാണ്, കഴിഞ്ഞു പോയതാണ് ഭൂതകാലം എന്ന് പറയുന്നത്. അത് നമ്മൾ അസ്ഥി സ്തഹ സന്ധി എന്ന് പഠിച്ചല്ലോ, അത് ലട്ടായിരുന്നു. ഇത് ലങ്ങിൽ പറയുമ്പോൾ ആസീതാസ്താമാസൻ പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷനിൽ ആസിഹി ആസ്തമാസ്ത, ഉത്തമ പുരുഷനിൽ ആസം ആസ്വ ആസ്മ. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഉണ്ടായിരുന്നു, ആയിരുന്നു എന്നാണ്. ആസീത് ആയിരുന്നു. ഇനി ദകാരാന്തം ത്രിഷു ലിംഗേഷു സമാനഃ അസ്മശബ്ദ. ദകാരാന്താണ് അസ്മത് ശബ്ദം. ആ അസ്മത് ശബ്ദം 3 ലിംഗത്തിലും ഒറ്റ രൂപയേ ഉള്ളൂ, ഒരുപോലെയാണ് പറയാം. അത് പ്രഥമ വിഭക്തിയിൽ ഏകവചനം ദ്വിവചനം ബഹുവചനം എന്ന് മേലുണ്ടല്ലോ. പ്രഥമ വിഭക്തിയിൽ അഹം ആവാം വയം, ഞാൻ, ഞങ്ങൾ, 2 പേർ, ഞങ്ങൾ. ദ്വിതീയ വിഭക്തിയിൽ മാം മാ, അവിടെ തന്നെ അതിന് 2 രൂപമുണ്ട്. മാം എന്നും പറയാം, മാ എന്നും പറയാം. മാം മാ എന്നെ, ആവാം നൗ ഞങ്ങൾ 2 പേരെ, അസ്മാൻ നഹ അവിടെയൊക്കെ ഈ 2 രൂപമുണ്ട്, അസ്മാൻ നഹ ഞങ്ങളെ. തൃതീയ വിഭക്തിയിൽ മയ ആവാഭ്യാം അസ്മാഭിഹി, എന്നാൽ, ഞങ്ങൾ 2 പേരാൽ, ഞങ്ങളാൽ. ചതുർത്ഥി വിഭക്തിയിൽ മഹ്യം മേ എനിക്ക് വേണ്ടി അർത്ഥം. ആവാഭ്യം നൗ ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടി, 2 വാക്കുണ്ടേ, 2നും അർത്ഥം തന്നെ. അസ്മഭ്യം നഹ ഞങ്ങൾക്ക് വേണ്ടി. പഞ്ചമിയിൽ മത് ആവാഭ്യം അസ്മത്, മത് എന്നിൽ നിന്ന്, ആവാഭ്യം ഞങ്ങൾ 2 പേരിൽ നിന്ന്, അസ്മത് ഞങ്ങളിൽ നിന്ന്. ഷഷ്ടി വിഭക്തിയിൽ മമ മേ 2 രൂപമുണ്ടേ, 2 വാക്കുണ്ട്. മമ എന്ന് പറഞ്ഞാലും മേ എന്ന് പറഞ്ഞാലും എൻ്റെ. ആവയോഹോ നൗ ഞങ്ങളുടെ 2 പേരുടെ, അസ്മാകൻ നഹ ഞങ്ങളുടെ. ഇനി സപ്തമി വിഭക്തിയിൽ മയി ആവയോഹോ അസ്മാസു, മയി എന്നിൽ, ആവയോഹോ ഞങ്ങൾ 2 പേരിൽ, അസ്മാസു ഞങ്ങളിൽ. അപ്പോൾ ഒരു തവണ കൂടി വായിക്കട്ടെ, വളരെ നല്ലൊരു ഉച്ചാരണമാണത്. ഒന്നുകൂടെ കേൾക്കാം ഞാൻ. പ്രഥമ വിഭക്തിയിൽ അങ്ങനെ പറയണം, അഹം ആവാം വയം. ദ്വിതീയ വിഭക്തി മാം മാ ആവാം നൗ അസ്മാൻ നഹ. തൃതീയ മയ ആവാഭ്യ അസ്മാഭിഹി. ചതുർത്ഥി മഹ്യം മേ ആവാഭ്യം നൗ അസ്മഭ്യം നഹ. പഞ്ചമി മത് ആവാഭ്യം അസ്മത്. ഷഷ്ടി മമ മേ ആവയോഹോ നൗ അസ്മാകൻ നഹ. സപ്തമി മയി ആവയോഹോ അസ്മാസു. ഇനി അമരകോശം. പിത എന്ന വാക്കിൻ്റെ പര്യായം താതസ്തോ ജനക പിതാ. താതഹ എന്ന് പറയാം, ജനകഹ എന്ന് പറയാം പിതാവിനെ. അടുത്തത് ശബ്ദകോശം. പദം സംസ്കൃതം മലയാളം. ആധുനിക നവീന ആധുനികം. ആവിഷ്കരണം നിർമ്മാണം നിർമ്മിക്കൽ. കൈരളി മലയാളം. ചലച്ചിത്രം ചലനചിത്രം ചലച്ചിത്രം. ജനപ്രിയ ലോകപ്രിയ ജനപ്രിയം. ജീവനചരിതം ജീവനകഥ. നിർദ്ദേശക സംവിധായകൻ. പ്രമേയ വിഷയ വിഷയം. മാനവ മനുഷ്യ മനുഷ്യൻ. സംസ്കൃത ചലച്ചിത്രാണി പശ്യതു. സംസ്കൃത ചലച്ചിത്രങ്ങളുടെ പേരെഴുതിയിരുന്നല്ലോ. തേഷാം ചലച്ചിത്രാണാം വൈശിഷ്ട്യം അധികൃത്യ ചർച്ചാം കരോതു. ആ ചലച്ചിത്രങ്ങളുടെ വൈശിഷ്ട്യം അത് നമുക്ക് സാവധാനം ചെയ്താൽ മതി. അതിൻ്റെ സൂചനകൾ നിർദ്ദേശകർ ആരാണ്? നിർദ്ദേശക സംവിധായകൻ, അഭിനേതാക്കൾ, ഗായകർ, ഗാനരചയിതാക്കൾ. പിന്നെ പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഈ ഒരു കഥകളി എന്ന രൂപം നമ്മുടെ ദൂരദർശനത്തിൽ അധ്യാപകൻ കാണിച്ചു കൊടുക്കുകയാണ്. നല്ലതായിട്ടുള്ളൊരു പാഠമാണത്. പിന്നെ നമുക്ക് ഇവിടെ പാഠം കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം മുതൽ ഈ പാഠം ഇനി അഭ്യാസങ്ങളൊന്നും പറയില്ല, പഠന പ്രവർത്തനങ്ങളൊന്നും പറയില്ല. നിങ്ങളെ എന്താ പറയുക, വിഷമിപ്പിക്കാതിരിക്കാൻ സമയക്കുറവുണ്ടോ. ഇനി ഞാനൊന്ന് വേഗം വായിക്കാം. സർഗാത്മിക കല. കല സർവദാ ജീവിതാനുഗാമിനി ഭവതി. ജീവിതത്തെ അനുഗമിക്കുന്നവളാണ് കല. നമ്മുടെ കൂടെ എപ്പോഴും കലയുടെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടാവും. നമ്മൾ ആ കലയെ സേവിക്കും, അത് പുഷ്ടിപ്പെടുത്തും, അതിൻ്റെ ആൾക്കാരായിട്ട് തീരും. മനുജസ്യ സർഗവൈഭവം പ്രകാശയിതും. മനുഷ്യൻ്റെ സർഗവൈഭവത്തെ പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കല അത്യന്തം സഹായിക ഭവതി. കല വളരെയധികം സഹായിക്കുന്നു. അസ്മിൻ ഏകകൈ ഈ ഏകകത്തിൽ ചലച്ചിത്രം ശ്രുതിസുഖദം ഇതി ദ്വൗ പാഠോസ്തവ. ചലച്ചിത്രം എന്നും ശ്രുതിസുഖദം എന്നും 2, ശ്രുതിക്ക് സുഖദമായത് കാതുകൾക്ക് ഇമ്പമുള്ളത് എന്നർത്ഥം, 2 ഭാഗമുണ്ട്. ഇനി നവമഹാപാഠ 9ാമത്തെ പാഠം അല്ലെങ്കിൽ പാഠം 9 ചലച്ചിത്രം. 8,4,9,000 വർഷേ അല്ലെങ്കിൽ
अष्टचत्वारिंशोत्तर नवदशशततमे ജനുവരി മാസസ്യ ത്രിംശത് ദിനസ്യ പ്രാധാന്യം ജാനന്തി വാ. നിങ്ങൾക്കറിയുമോ ആ ദിനത്തിൻ്റെ പ്രാധാന്യം? 1948 ജനുവരി 30 പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? പിന്നെ അറിയില്ലെങ്കിൽ ഇതാ കേൾക്കൂ. തസ്മിൻ ഏവ അഹനി ആ ദിനമാണ് മഹാത്മാഗാന്ധി ഹതഃ, മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത്. തസ്യ ആശയാഃ അദ്യാപി ആവിശ്വം ജനാൻ പ്രചോദയതി. അദ്ദേഹത്തിൻ്റെ അഹിംസാ സിദ്ധാന്തം ഇന്നും ലോകത്തിലെല്ലായിടത്തും ജനങ്ങളെ ആ ഒരു നല്ല കാര്യത്തിൽ താല്പര്യമുള്ളവരാക്കി തീർക്കുന്നു. അഹിംസ പരമോ ധർമ്മ ഇതി മഹിതം തത്വം. അഹിംസ പരമമായ ധർമ്മമാണ് എന്ന ഏറ്റവും മഹത്വമുള്ള തത്വം ഉദ്ഘോഷയൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് സർവേഷാം മാനവാനം ഗുരു അജായത. ജനങ്ങൾക്ക് മുഴുവൻ അദ്ദേഹം ഗുരുവായി മാറി. അഹിംസാ സിദ്ധാന്തത്തിൻ്റെ ലോകത്ത് മുഴുവനും പ്രചരിപ്പിച്ച ആളായപ്പോൾ അദ്ദേഹം അഹിംസയുടെ ഗുരുവായി തീർന്നു. ഏനമധികൃത്യ ആ മഹാത്മാവിനെക്കുറിച്ച് ചലച്ചിത്രം ഭവതാ ദൃഷ്ടം വാ. നിങ്ങൾ അതിൻ്റെ ചലച്ചിത്രം കണ്ടിട്ടുണ്ടോ? ആ ചലച്ചിത്രം കണ്ടിട്ടുണ്ടോ? ഭവതാ ദൃഷ്ടാനി ചലച്ചിത്രാണി ഭവതഃ പ്രിയതമാൻ ചലച്ചിത്ര പ്രതിഭാധനാൻ ച അധികൃത്യ ലബന്ധവ്യം ചർച്ചാം കുറുവന്തോ. ചർച്ച ചെയ്യോ, സ്വാഭിപ്രായാൻ വദന്തോ. നിങ്ങൾക്കിഷ്ടമുള്ള ചലച്ചിത്രങ്ങളെപ്പറ്റിയും പ്രതിഭാധനന്മാരായിട്ടുള്ള ചലച്ചിത്ര അഭിനേതാക്കളെ പറ്റിയും എല്ലാം തന്നെ ചർച്ച ചെയ്യുക, സ്വന്തം അഭിപ്രായം പറയുക. മാനവചരിതസ്യ ജീവിത അവസ്ഥാനം ച വിസ്മയതമം ആവിഷ്കാരമേവ ചലച്ചിത്രം. മാനവചരിത്രത്തിൻ്റെ ജീവിതാവസ്ഥകളുടെ അത്ഭുതകരമായ ആവിഷ്കാരമാണ് ചലച്ചിത്രം. ആധുനിക കാലേ ഇയം കല. ആധുനിക കാലത്ത് ഇപ്പോൾ ഈ കല മഹത്തമ ജനപ്രിയ ചഭവതി. ഇത് വളരെ മഹത്തമമാണ്, ഏറ്റവും മഹത്വം, അതേപോലെ തന്നെ ജനപ്രിയവുമായി തീർന്നു. പ്രഥമം ഭാരതീയൻ ചലച്ചിത്രം. ആദ്യത്തെ ഭാരതീയ ചലച്ചിത്രം ആലമാരാകുന്നു. ഭാരതീയ ചലച്ചിത്രസ്യ പിതാ ദാദാ സാഹേബ് ഫാൽക്കെ ഭവതി. അദ്ദേഹമാണ് ഭാരതീയ ചലച്ചിത്രത്തിൻ്റെ പിതാവ്. ആദിശങ്കരാചാര്യ സംസ്കൃത ചലച്ചിത്രമാണ്, പ്രഥമവുമാണ്. കേരളീയ ഭാഷാണം പ്രഥമ ചലച്ചിത്രം ഭവതി വിഗതകുമാരൻ. വിഗതകുമാരനാണ് മലയാളത്തിലെ ഒന്നാമത്തെ ചലച്ചിത്രം. അസ്യ ചലച്ചിത്രസ്യ നിർദ്ദേശകः അതിൻ്റെ സംവിധായകൻ ജെ.സി. ദാനിയേൽ മഹോദയः ഭവതി. കൈരളി ചലച്ചിത്രസ്യ പിതാ ഇതി പ്രസിദ്ധः ജെ.സി. ദാനിയേൽ മഹോദയः. ജെ.സി. ദാനിയേൽ മഹോദയ കൈരളി ചലച്ചിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ അദ്ദേഹം പ്രഥമ ചലച്ചിത്രമായ വിഗതകുമാരൻ്റെ സംവിധായകനാണ്. സംസ്കൃത ഭാഷായാം അഭി പ്രസിദ്ധാനി ബഹൂനി ചലച്ചിത്രാണി സന്തി. സംസ്കൃത ഭാഷയിലും അനേകം പ്രസിദ്ധങ്ങളായ ചലച്ചിത്രങ്ങളുണ്ട്. പ്രഥമം സംസ്കൃത ഭാഷയാ കൃതം ചലച്ചിത്രം ആദിശങ്കരാചാര്യ ഭവതി. ഒന്നാമതായിട്ട് സംസ്കൃത ഭാഷയിൽ ഉണ്ടാക്കപ്പെട്ട ചലച്ചിത്രം ആദിശങ്കരാചാര്യ എന്നതാണ്. ചലച്ചിത്രസ്യാസ്യ നിർദ്ദേശകः ഈ ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ജി.വി. അയ്യർ മഹോദയः ഭവതി. ജി.വി. അയ്യരാണ് ഇതിൻ്റെ സംവിധായകൻ. അസ്യ ചലച്ചിത്രസ്യ ഇതിവൃത്തം ശങ്കരാചാര്യസ്യ ജീവനചരിത്രം ഭവതി. ഈ ചലച്ചിത്രത്തിൻ്റെ ഇതിവൃത്തം എന്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്? ശ്രീ ശങ്കരാചാര്യൻ്റെ ജീവനചരിത്രത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ ഭഗവത്ഗീത, പ്രിയമാനസം, ഇഷ്ടി, മധുരസ്മിതം, തയാ, പ്രതികൃതിയാണ്. പ്രകൃതി എന്ന് ഞാൻ വായിച്ചു പോയത് തെറ്റാണ്, ക്ഷമിക്കണേ. പ്രതികൃതി ഇത്യാദീനി അനേകാനി സംസ്കൃത ചലച്ചിത്രാണി സന്തി. ഭഗവത്ഗീത, പ്രിയമാനസം, ഇഷ്ടി, മധുരസ്മിതം, തയാ, പ്രതികൃതി എന്നെല്ലാം ഉള്ള സംസ്കൃത ചലച്ചിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ പാഠം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. വിജയാശംസകൾ. നമസ്തേ.